ഈ വീട് 50 ലക്ഷത്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്റീരിയർ ഉൾപ്പെടെ വെറും 53 ലക്ഷത്തിനാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വീടുള്ളത് മലപ്പുറം ജില്ലയിൽ താനൂർ ചിറക്കൽ ഭാഗത്താണ് കേട്ടോ. ഷെരീഫ് റഹ്മത്ത് ദമ്പതികളുടെ ഒരു മനോഹര വീട് എന്ന് തന്നെ പറയാം. വീടിന്റെ പ്ലാനും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീട് സംബന്ധമായ വെറൈറ്റി വീടുകളും അതുപോലെ വീടിന്റെ പ്ലാനുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നോളൂ കേട്ടോ. 6 സെന്റിന്റെ സ്ക്വയർ പ്ലോട്ടിൽ 1960 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടോട്ടലി നമ്മൾ വഴി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ 6.5 സെന്റിലാണ് വീടുള്ളത്. ഫ്രണ്ട് ഭാഗം തൊട്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എലിവേഷൻ തന്നെ ഒരു ട്രഡീഷണൽ ടൈപ്പാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ അവിടെ വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലാഡിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിന് ഒരു 65 രൂപയാണ് അതിന് വരുന്നത്. സിറ്റ് ഔട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. ബോക്സ് ടൈപ്പിലാണ് കേട്ടോ. 300-150 ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. സീലിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും ആണ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ജിപ്സം ചെയ്തിട്ടാണോ ഈ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തതെന്ന്. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജിപ്സം ചെയ്യാതെ തന്നെ നേരിട്ട് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുള്ളതാണ്. ഫ്ലോറിന്റെ ഭംഗി ഞാൻ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടാ. അതുപോലെ ഈ ഒരു സിറ്റ് ഔട്ടിൽ നമുക്ക് ആ ഒരു ഇരിക്കുന്ന ഭാഗത്ത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അകത്തെ കാഴ്ചകളാണ് കാണാനുള്ളത്. മെയിൻ ഡോറും വിൻഡോസ് ഒക്കെ കണ്ടോ നിങ്ങൾ? വിൻഡോസ് ഇവിടെ ടാറ്റ സ്റ്റീലിൽ വൈറ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഡോറ് മഹാഗണിയിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്ലാക്കിൽ വരുന്ന ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ഒരു വൈറ്റ് പെയിന്റ് ആണ്. വിൻഡോക്കാണെങ്കിലും ഡോറിനാണൊക്കെ നൽകിയിരിക്കുന്നത് കേട്ടോ. കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം 300 നീളത്തിലും വീതിയിലും വരുന്നതാണ്. നമ്മളിതാ വന്നു കഴിഞ്ഞാൽ നമ്മളിതാ എൻ്റർ ചെയ്ത ഒരു ഡോറാണ് കേട്ടോ കാണുന്നത്. കൂടാതെ നല്ലൊരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത് കളർ കോമ്പിനേഷനാണ് കേട്ടോ. വീടിൻ്റെ ഒരു ഭാഗത്ത് പോലും നിങ്ങൾക്ക് വുഡ് കാണാൻ സാധിക്കില്ല. നോക്കിയേ നിങ്ങൾ, ഈ ഒരു സെറ്റിക്ക് പ്രൈസ് അറിയണമെന്നുള്ളവർക്കാണെങ്കിൽ 33,000 ഈ ഒരു സെറ്റിയുടെ പ്രൈസ് വരുന്നത്. അതേപോലെ നല്ല 2 വലിയ വിൻഡോകൾ ഇവിടത്തേക്ക് വെട്ടം വെളിച്ചതിന് നൽകിയിട്ടുണ്ട്. റോമൻ കർട്ടൻസുകളാണ് അതിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, TV യൂണിറ്റിൻ്റെ ആ ഒരു ബാക്ക് വാൾ കണ്ടോ? നമ്മൾ നേരെ വീട്ടിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണിത്. വോൾ അവിടെ നൽകിയിട്ടുള്ളത് MDF ഷീറ്റ് കൊടുത്തിട്ട് അതിൽ മൾട്ടി പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഗ്രീൻ പെയിന്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഇവിടെ സീലിംഗ് നോക്കിയാൽ നിങ്ങൾ ജിപ്സം സീലിംഗ് തന്നെയാണ് കേട്ടോ. നമ്മളെ സെറ്റിയോടും അതുപോലെ വാളിനോടൊക്കെ മാച്ച് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കാണ്. ഇവിടെ വുഡിന്റെ ഒരു കളർ ഒഴിവാക്കിക്കൊണ്ടാണ് ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് കേട്ടോ ഈ സീലിംഗ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വീടുകൾ കാണുന്ന സമയത്ത് എല്ലായിടും നമ്മൾ വുഡിന്റെ ഒരു ഡിസൈൻ തന്നെയല്ലേ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണം എന്ന് ഈ വീട്ടിലെത്താടെ തന്നെ ഒരു സജഷനാണ് കേട്ടോ. അവരുടെ തന്നെ ഐഡിയാസാണ്. അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ വീടിന്റെ നിങ്ങൾ ഓരോ ഭാഗങ്ങളും കണ്ടു നോക്കൂ. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വുഡിന്റെ കളറിൽ നിങ്ങൾക്ക് ഒരു ഡിസൈനും കാണാൻ സാധിക്കില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഡൈനിങ്ങിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ ഒരു ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാൻ ഇവിടെ ആയിട്ടൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാലോ നല്ല അട്രാക്റ്റീവ് ആകുന്ന രീതിയിലാണിത്. ഇത് ഇൻഡസ്ട്രിയൽ വർക്കാണ് കേട്ടോ. അതിന്റെ മേലെ മൾട്ടി പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഗോൾഡ് ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നോക്കി വെച്ചോളൂ കേട്ടോ. ഹാൾ ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 350-710 ഈ ഹാള് നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മളിതാ അങ്ങോട്ട് കടന്നു വരുമ്പോൾ അട്രാക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അക്വേറിയം നൽകിയിട്ടുണ്ട്. നമ്മൾ ചുമര് മാത്രമാകുമ്പോൾ കയറി വരുമ്പോൾ ഒരു ബോറാകണ്ട കരുതിയിട്ടാണ് അവിടെ അക്വേറിയം ചെയ്തിരിക്കുന്നത്. അതൊരു അട്രാക്ഷൻ കൂടിയാണ് കേട്ടോ. അത് MDF ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലെ പ്ലാൻസ് ഒക്കെ ഒറിജിനലാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് അത് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് നൽകിയിരിക്കുന്നത്. ചെയറിന്റെ ആ ഒരു ലെഗുകളൊക്കെ ഇരുമ്പിൽ വൈറ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടത്തേക്ക് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളിൽ പെയിന്റ് ചെയ്ത് വാൾപേപ്പർ ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലാക്കും വൈറ്റ് കോമ്പിനേഷനാണ്. അതുപോലെ കർട്ടൻസ് നമ്മൾ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ മൊത്തമാവണ്ടെന്ന് കരുതിയിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് നൽകിയിട്ടുള്ളത്. സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡൈനിങ്ങിന് നേരായിട്ട് നല്ലൊരു 3 ഹാങ്ങിങ് ലൈറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. സീലിംഗിൽ മൊത്തമായിട്ട് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും കൂടിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയിൽ വളരെ സിമ്പിളായിട്ടാണ് സീലിംഗും ഒരുക്കിയിട്ടുള്ളത്.
ഇനി ഇവിടുന്ന് നമ്മളിതാ ഈ ഒരു കാണുന്ന ഗ്ലാസിൻ്റെ ഡോറ് കിച്ചൻ്റെ ഡോറാണ്. അതിന് സൈഡിലുള്ളത് ബെഡ്റൂമാണ് കേട്ടോ, മാസ്റ്റർ ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂമാണ്, മുകളിൽ 3 ബെഡ്റൂം. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാ ബെഡ്റൂം കാണുന്നതിന് മുമ്പ് ഇതാ ഇവിടെ വാഷ് ബേസിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കിൽ തന്നെ മൾട്ടിവുഡിലാണ് ഇത് നൽകിയിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. താഴെ സ്റ്റോറേജ്, അതുപോലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബേസിന് അവിടെ നൽകിയിട്ടുണ്ട്. വലിയ മിററും അതുപോലെ LED ലൈറ്റും കൊടുത്തിട്ട് ഈ ഒരു ഭാഗം വളരെ സിമ്പിൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് സ്റ്റെയറിന് താഴെ നൽകിയിട്ടുള്ളത്. നല്ലൊരു പ്ലാന്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കാണുന്ന ഗ്ലാസിന്റെ ഡോറ് പ്രയർ റൂമാണ് കേട്ടോ. അവിടെ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 160, 220 ഒരു പ്രയർ റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 4 പേർക്കൊക്കെ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗി തന്നെ. മുകളിലൊക്കെ സ്റ്റോറേജ് സ്പേസും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റ് ആണ് ആദ്യം വരുന്നത്. അവിടെ ഒരു അബ്ലൂഷൻ ഏരിയ ടോയ്ലറ്റും കൂടി ആക്കിയിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ 1000 സ്ക്വയർ ഫീറ്റിലും ഫസ്റ്റ് ഫ്ലോർ 960 സ്ക്വയർ ഫീറ്റും ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഇനിതാ നമുക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമാണ് കാണാനുള്ളത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 350, 370 കേട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത്. സീലിംഗിൽ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. കയറി കഴിഞ്ഞാൽ നമ്മൾ അട്രാക്റ്റീവ് വയ്ക്കുന്നത് ഒരു ഹെഡ് വാളാണ്. ഇവിടെ നല്ല കിങ് സൈസ് ഉള്ള ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹെഡ് വാളിൽ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ആണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ഓരോ ഭാഗങ്ങളും വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഫ്ലോർ ആണെങ്കിൽ അത് കാണണ്ടേ നിങ്ങൾക്ക്, അതും ഗ്രീൻ ടച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തേക്ക് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. അവിടെയും MDF ഷീറ്റ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ ടോയ്ലറ്റ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നോക്കി വെച്ചോളൂ കേട്ടോ. സെറാമിക് ടൈലാണ്, നല്ലൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഏകദേശം 150, 230 വരുന്ന ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടുമൊക്കെ വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീട് സംബന്ധമായ ഒരുപാട് വെറൈറ്റി വീടുകളുടെ കാഴ്ചകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണാനുള്ളത്. സ്റ്റെയർ ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ്. ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. മുകളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മളിതാ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പായിട്ടിതാ ഫ്ലോറാണ് ഇവിടെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീടിനോട് നമുക്ക് ഇന്റീരിയറിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഫ്ലോറിന്റെ ഒരു ഡിസൈനും നൽകിയിട്ടുണ്ട് കേട്ടോ. അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് നൽകിയിരിക്കുന്നത് തന്നെ നമുക്ക് പറയാം. ഫ്ലോർ നോക്കിയാൽ നിങ്ങൾ ഇവിടെ മോർച്ചാനോ മാർബിൾ ആണ് കേട്ടോ. അതിലും തന്നെ നമ്മളെ ഈ ഇന്റീരിയറോട് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഗ്രീൻ ടച്ച് ഇവിടെ ഈ ഒരു ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗി തന്നെയാണ് ഫ്ലോർ വരുന്നത്. സ്ക്വയർ ഫീറ്റിന് ഒരു 100 കേട്ടോ ഇതിന് വരുന്നത്. സ്റ്റെപ്പുകളിൽ കണ്ടോ നിങ്ങൾ, അതേ മാർബിൾ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇതാ താഴേക്കുള്ളൊരു വ്യൂ ആണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഹാളിലേക്കാണ്. ആ ഒരു കോർണർ സ്പേസിൽ ഒരു അയൺ സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. അതിനു മുമ്പ് ഇതാ ഈ ഒരു ഭാഗം ലൈറ്റ് കണ്ടോ, നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ഭാഗത്ത് പെറഗോള ഡിസൈനും അതിൽ LED ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഈ കാണുന്ന സിംഗിൾ വിൻഡോകളാണ് കേട്ടോ. അതിന് സെൻറ്ററിൽ വരുന്നത് ബാൽക്കണി ഡോറാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. 330, 350 ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
സീലിങ്ങിലൊക്കെ നോർമലായിട്ട് LED ലൈറ്റുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബ് വൈറ്റ് ആൻഡ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയും അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് സെക്കൻഡ് ബെഡ്റൂം കാണാം. നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗം സീലിങ്ങിൽ കണ്ടോ, നല്ലൊരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡിൽ കളർ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു ലൈറ്റാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. വളരെ സിമ്പിളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലെ സൈസ് തന്നെയാണ് വരുന്നത്. ചുറ്റിലും സിംഗിൾ വിൻഡോകൾ വരുന്നുണ്ട്. വിൻഡോയിലൊക്കെ റോമൻ കർട്ടൻസുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബ് ആണെങ്കിലും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ഒരു ടോയ്ലറ്റിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റിന് ഒരു 65 രൂപയാണ് കേട്ടോ അത് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കളർ കോമ്പിനേഷന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നെക്സ്റ്റ് ഇതാ നമുക്കിനി ഒരു ബെഡ്റൂം കൂടി ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഇതെന്തെങ്ങനെ ഒഴിച്ചിട്ടേക്കുന്നത് എന്ന് കരുതണ്ട. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ബെഡ്റൂം ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഈ റൂം. നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി ബാൽക്കണി കൂടി കാണാനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ കൈവരി ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റീൽ ആൻഡ് ഗ്ലാസ്സിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. താഴെ ഫ്ലോറിൽ അതേ മാർബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എലവേഷനിൽ കണ്ട ആ ഒരു ജാളി ഡിസൈനാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണിലേക്ക് പോവാം. കിച്ചണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് മൾട്ടിവുഡിലാണ് കേട്ടോ. കബോർഡെല്ലാം നൽകിയിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. 450, 350 ഈ കിച്ചൺ വരുന്നത്. ഈ ഒരു കിച്ചണും വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഐലൻഡ് കിച്ചൺ ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. കയറി വരുമ്പോൾ നല്ലൊരു ഫോൾഡിംഗ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതേപോലെ ദാ ഈ ഒരു ഭാഗത്ത് ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. ഓൺ സെറ്റ് ചെയ്യാനുള്ള സ്പേസും അതേപോലെ താഴെ കണ്ടോ. ഈ ഒരു ഐഡിയാസ് നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയാസാണ്. സ്റ്റോറേജിനുള്ളിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് നൽകിയിട്ടുള്ളത്. അതേപോലെ ഇതാ കബോർഡിൻ്റെ താഴെയൊക്കെ കണ്ടോ, ഇങ്ങനെ ലൈറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സിങ്ക് ഫുൾ ഓപ്ഷനിൽ വരുന്ന സിങ്കാണ് കേട്ടോ. ഏകദേശം സിങ്കിന് വരുന്നത് 10,000 രൂപയാണ് കേട്ടോ സിങ്കിന് വരുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.
ഹുഡ് ആൻഡ് ഹോബ് ഇതാ ഇവിടെ 3 ബർണർ സ്റ്റൗ ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് വന്നിരിക്കുന്നത്. താഴെ കഥ കട്ട്ലറി പ്ലേറ്ററി അങ്ങനെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീടുകൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വിക്കർ ബാസ്ക്കറ്റ് നൽകിയിട്ടുണ്ട്. നല്ല സീലിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഈ കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെയാണ് ഈ ഒരു കിച്ചണിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോയിൽ സംബന്ധമായ വെറൈറ്റി വീടുകളുടെ വിശേഷങ്ങളും പ്ലാനുകളും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ മനോഹരമായിട്ടുള്ള കൊച്ചു വീടുകളാണെങ്കിലും വലുതായിക്കോട്ടെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി ഒരു വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.